ആ പറഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ്. ഞാൻ എന്റെ പേര് ലീലാമ്മ. ആ അന്നേരം ഫാദറിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. ആ അന്നേരം അച്ഛന്റെ ഈ തിയോളജി ഇതില് ആ മരിച്ചവര് നമ്മുടെ സാധാരണ പള്ളിയിലെ വിശ്വാസം, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ അവർ ഉയർത്തെഴുന്നേക്കും, ആ നമ്മളും അവരും കൂടെ കാണും, ആ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ആ അച്ഛന്റെ ഇതില് എങ്ങനെയാ നമുക്ക് അവരെ കാണാനൊക്കുവോ? അത് കഴിഞ്ഞ് ഞാൻ മരിച്ചു, can I see my parents or my husband? Is it like that? Something like that? ഓക്കെ. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രസംഗിയുടെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് ചേരുമെന്നും ആത്മാവ് ദൈവത്തിലേക്ക് ചേരുമെന്നും. അപ്പോൾ സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ, ഒരു ആത്മീയതയൊന്നും ഇല്ലാതെ സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ചേരും. പിന്നെ ആ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു 70% വെള്ളമുണ്ട്, ബാക്കിയെല്ലാം മൂലകങ്ങളാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം അന്തരീക്ഷത്തിലോട്ട് ചേരും, ബാക്കി മൂലകങ്ങൾ ഭൂമിയോട് ചേരും, അല്ലേ? പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ ശരീരം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ദൈവത്തോടങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആത്മാവിനെ തിരിച്ചു കിട്ടത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നല്ലൊരു ആത്മീകമായിട്ടുള്ള ഒരു ഉന്നമനം പ്രാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ മോസസോ അല്ലെങ്കിൽ ഏലിയാവോ, അതല്ലെന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റോ അല്ലെങ്കിൽ പൗലൂസോ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു ആത്മീകമായിട്ട് ഉന്നമനം നേടിയ വ്യക്തികളാണ്. അപ്പോൾ അതിനകത്തൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ആത്മാവ് ദൈവവുമായിട്ട് ലയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ആ ആത്മാവ് ദൈവാത്മാവായിട്ട് ലയിക്കത്തില്ല. അവരുടെ ആത്മാവ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കും. അതിനെയാണ് ശരിക്കും ഒരു ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സെയിൻസിനെ ഒക്കെ, കാത്തലിക്സ് ഒക്കെ സെയിൻസിനെ വർഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിശ്വാസം മൂലമാണോ? അങ്ങനെയുള്ള വിശ്വാസം മൂലമാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ് കാത്തലിക് സെയിൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്പിരിറ്റ് ഇങ്ങനെ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. അത് അവരുടെ അജ്ഞത കൊണ്ടാണ്. അവർ സ്വന്തമായിട്ട് ഒരാളെ സെയിൻ്റ് ആക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അവരെ വർഷിപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരല്ല സെയിൻ്റ് എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ലെവലിൽ അവരുടെ ആത്മാവിനെ അങ്ങനെ മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ സ്പിരിറ്റ് ദൈവവുമായിട്ട് ലയിക്കത്തില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ഒരു സ്പിരിറ്റ് റിലത്തിൻ്റെ അകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ജീസസിൻ്റെ സ്പിരിറ്റുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, പോളിൻ്റെ സ്പിരിറ്റുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, മോസസിൻ്റെ സ്പിരിറ്റുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ആ ഒരു സ്പിരിറ്റ് റിലത്തിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് ഇത് പോസിബിളാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണമെന്ന് മാത്രം. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ പള്ളിക്കാർ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ സ്പിരിറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ കണ്ണ്, കാത്, മൂക്ക്, ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, നോ ബോഡി. അപ്പൊ പിന്നെ എങ്ങനെ കാണാൻ പറ്റുക? അപ്പോൾ സ്പിരിറ്റിനെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. സ്പിരിറ്റിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ആ സ്പിരിറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബലി അല്ല. ആ സ്പിരിറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, ഇൻഡ്യൂഷനിലാണ്. അകത്താണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, പുറമേ ശബ്ദം കേൾക്കുന്നതല്ല. അപ്പൊ സ്പിരിറ്റുമായിട്ടുള്ള അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമുക്ക് വെർബലി അല്ല കിട്ടുന്നത്. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നമുക്ക് കിട്ടുന്നത് അകത്ത് ഇൻഡ്യൂഷൻ ആയിട്ടാണ്, അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വരുന്നത്. അന്നേരം ഈ മരിച്ചു കഴിഞ്ഞ് എല്ലാരും കാഹള ശബ്ദം കേൾക്കുമ്പോ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നത്, അതിലൊന്നും അച്ഛന്റെ ഈ നോളജില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ആക്ഷരികമായിട്ട് മരണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യമല്ല. അത് നമ്മളെ പ്രസംഗിച്ച് അങ്ങനെ ആക്കിയിട്ടേക്കുന്നതാണ്. ആ ശരിക്കും ഉയർപ്പെന്ന് പറയുന്നത്, ഈ മരണം എന്ന് പറയുന്നതും ശാരീരിക മരണമല്ല ബൈബിൾ പറയുന്ന മരണം. ഇപ്പൊ സകല മനുഷ്യരും മരണാവസ്ഥയിലാണ്. ഏത് മരണം? ആത്മീകതയിൽ അവർ മരിച്ചു കിടക്കുക. അപ്പൊ ആത്മീകതയിൽ മരിച്ച ഒരു വ്യക്തിക്കാണ് അവിടെ നിന്ന് ജീവൻ വെച്ച് ഒരു ഉയർപ്പ് വേണ്ടത്.
അപ്പോൾ അത് ബൈബിളിനകത്ത് എഫേസ്യർ ലേഖനത്തിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എഫേസ്യർ ലേഖനം ഒന്നിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മരിച്ച യേശുവിനെ നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതിയോ. എഫേസ്യർ 1-ാം 20-ാം വാക്യം മുതൽ തുടങ്ങുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു. അപ്പം മരിച്ച യേശുവിനെ അല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും ആത്മീയമായി മരിച്ചു കിടക്കുമ്പോൾ അവിടെ നിന്ന് ജീസസിനെ ഒരു ആത്മീയതയിൽ ഒരു ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. ഇനി അത് കഴിയുമ്പോൾ എഫേസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 1-ാം അധ്യായം യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 2-ാം അധ്യായത്തിൽ കുറിച്ച് പറയുന്നത് വ്യക്തികളെ കുറിച്ചാണ്. അപ്പോൾ പൗലൂസ് എഴുതിയിരിക്കുന്ന എഫെസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുവാണ്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങളെയും ഉയർപ്പിച്ചു. അപ്പൊ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അപ്പോ യേശുവിനെ മാത്രമല്ല, ഈ അതേ മരണാവസ്ഥയിൽ കിടന്ന നമ്മെയും യേശുവിനോട് ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഭൗതിക മരണം പോയിട്ട് പിന്നെ ഉയർത്തതല്ല, അത് ആ ആത്മീയതയിൽ ചത്തവരായിരുന്ന അവരെ ആത്മീയതയിൽ ഉയർപ്പിച്ചു. ഇപ്പോൾ ജീസസിന്റെ അതേ ആ ഒരു സ്റ്റാൻഡിലേക്ക് വരാനായിട്ട് അവർക്കും പറ്റിയെന്നുള്ളതാണ്. സോ ഇതുപോലെ ഇന്ന് നമുക്കും പറയാൻ പറ്റണം, നമ്മൾ ഈ മതത്തിൻ്റെ അകത്തും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ ചത്ത് കിടക്കുവാണ്. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ലൈഫ് നമ്മൾ ആക്റ്റീവായിട്ടില്ല. അവിടെ നിന്ന് ശരിക്കുമുള്ള ഒരു സ്പിരിറ്റിന്റെ റിലത്തിനകത്തേക്ക്, ആ ഒരു റിലത്തിൽ ജീവൻ വെക്കുന്ന അവസ്ഥയാണ് ഉയർപ്പെന്ന് പറയുന്നത്, വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ബൈബിൾ പറയുന്നത്. അല്ലാതെ അതാണ് ബൈബിൾ പറയുന്നത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിനകത്ത് എഴുന്നേറ്റ് വരുന്ന കാര്യമൊന്നുമല്ല. എന്തായാലും അങ്ങനെ സംഭവം ഇല്ല. അത് ശരിയാ. ഈ മരിച്ചവരെല്ലാം ഇങ്ങനെ ചവക്കുഴി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കിടക്കുകയല്ലോ വർഷങ്ങളോളം. അതൊക്കെ ഒരിക്കലും പോസിബിൾ അല്ല. എല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ ശവശരീരത്തെ കുഴിച്ചിടുന്നതിന് കാരണം അതാണ്, എപ്പോഴെങ്കിലും ജീസസ് വരുമ്പോൾ എണീറ്റ് വരാൻ വേണ്ടിയിട്ടാ. അത് നടക്കുന്ന കാര്യമല്ല. എന്നാലും പിന്നെ ഈ നരകം എന്ന് പറയുന്ന ഒന്നില്ല. ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും എല്ലാം നമ്മുടെ ആത്മീയതയിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നരകവും സ്വർഗവും ഇല്ലേ? അതെ, ഈ നരകത്തിനും സ്വർഗത്തിനും ബൈബിൾ 2 കോണ്ടസ്റ്റ് പറയുന്നുണ്ട്. ഒന്ന്, ഈ ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ടല്ലോ, നിന്റെ വലത്തെ കണ്ണിന് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ നിന്റെ ഒരു കണ്ണ് ചൂഴ്ന്നു കളയണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ കൊണ്ട് നരകത്തിലിടും. ആ നരകം എന്ന് പറയുന്നത് ആ യെരുശലേമിലെ ആ വാലിയിലോട്ട് അതെ. അപ്പൊ അന്ന് ജീസസ് പറഞ്ഞ നരകം എന്ന് പറയുന്നത് ആ ഫിസിക്കലി ആ ഒരു ഭാഗത്തെയാണ് അങ്ങനെ പറയുന്നത്. ഇനി സ്പിരിച്വൽ കോണ്ടസ്റ്റിൽ പറയുന്ന സമയത്ത് നരകമെന്ന് പറയുന്നത് നമ്മുടെ ഈ ആത്മീയതയിൽ നമ്മൾ മുന്നേറാതെ ഈ ഭൂമിക്കകത്ത് ദുരിതങ്ങളും കഷ്ടങ്ങളും ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ട് ജീവിക്കുന്നതിനെ, അനുഭവിച്ച് ജീവിക്കുന്നതിനെ. ഒന്ന് നോക്കിയേ, സാധാരണ മനുഷ്യന്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. എപ്പോഴും അവൻ ആശങ്കയിലാണ്, എപ്പോഴും ആകുലതയിലാണ്. അപ്പൊ ആ അവസ്ഥയാണ് നരകാവസ്ഥ. പക്ഷേ ഒരു പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് കിട്ടി ഒരു ആത്മീയ റലത്തിനകത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് പൗലൂസ് പറയുന്ന പോലെ പറയാൻ പറ്റും, പട്ടിണിയാണോ പ്രശ്നമില്ല, ദുരിതമാണോ പ്രശ്നമില്ല, വാളാണോ പ്രശ്നമില്ല, സന്തോഷമാണോ പ്രശ്നമില്ല. അപ്പൊ പൗലൂസ് പറയുന്നുണ്ട്, എനിക്ക് ഇല്ലായ്മയിലിരിക്കാനും അറിയാം, ഉള്ള അവസ്ഥയിലിരിക്കാനും അറിയാം. അപ്പൊ ഏതവസ്ഥയാണെങ്കിലും ഫ്രണ്ടിലുള്ള എന്ത് കാര്യമാണെങ്കിലും അതിലെല്ലാം ആനന്ദത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ, ഉല്ലാസത്തോടുകൂടെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് ശരിക്കും സ്വർഗം എന്ന് പറയുന്നത്. അച്ഛന്റെ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ പഠിത്തമേ അങ്ങ് റിവേഴ്സ് ആകുകയെന്നുള്ളതാണ്. ഈവൻ ആദം ഹൗവ ഈ ക്യാരക്ടർ എന്ന ഇമാജിനറി ആണെന്നാ പറയുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ഇറ്റ്സ് ഇമാജിനറി. അതെ, ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഗലാത്യർ ലേഖനത്തിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ അവിടെ പൗലൂസ് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട്. ആൾക്കാരുടെയൊക്കെ കണ്ണു തള്ളിയ കാര്യമാണ്. അതായത് അവിടെ പറയുന്നത്, അബ്രഹാമിന് 2 ഭാര്യമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ 2 ഭാര്യമാര് മനുഷ്യരല്ല, അത് 2 നിയമങ്ങളാണ്. അപ്പൊ ഹാഗർ എന്ന് പറയുന്നത് അടിമകളെ പ്രസവിച്ച ആ ഒരു കാര്യത്തോട് ഒക്കുന്നു. മറ്റേ നമ്മുടെ സാറ എന്ന് പറയുന്നത് അതെ. അപ്പൊ അവിടെ പൗലൂസ് പറയുന്നുണ്ട്, ഇത് 2 വ്യക്തികളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബൈബിളിന്റെ അർത്ഥം തീർന്നു, തിരുവെഴുത്തുകളുടെ അർത്ഥം മാറിപ്പോയി.
അപ്പം അതിനെ ആ രീതിയിൽ അത് പ്രതീകാത്മകമായിട്ട് എടുക്കുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റുന്നത്. അതെ, അപ്പോൾ ബൈബിൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ എടുക്കണം. അത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വെറും കഥകൾ മാത്രമായി പോകും. പക്ഷെ അതിനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി സ്വർഗമില്ല, നരകമില്ല, എല്ലാം ഈ ആത്മീയതയിൽ ഇങ്ങനെ പോകുന്നതാ. അന്നേരം നമ്മൾ ഇത്രയും നാളും കേട്ടതും വിശ്വസിച്ചതും എല്ലാം തെറ്റാണല്ലോ. അതെ, ഉറപ്പായിട്ടും തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിസ്തീയ മതം ഫേക്കാണ്. ബൈബിൾ കറക്റ്റാണ്, ജീസസും കറക്റ്റാണ്. പക്ഷെ ക്രിസ്തീയ മതം പറയുന്ന എല്ലാ ഡോക്ട്രിൻസും ഫേക്കാണ്. അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാരെ വീണ്ടും ആൾക്കാരുടെ വിശ്വാസത്തെയും ആൾക്കാരുടെ ആത്മീയ അനുഭവങ്ങളെയും കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ്. അല്ല, ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും നരകത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകാനല്ല, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാ മനുഷ്യർ ശ്രമിക്കുന്നത്. നരകം നരകം എന്ന് പറഞ്ഞു. അന്നേരം അക്കോർഡിംഗ് ടു യുവർ ദിസ് തിങ്, യുവർ ആത്മീയമായ ഇതില് അങ്ങനെ ഈ നരകമൊന്നും അങ്ങനൊന്നും ഇല്ല. നമ്മള് ഒന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിലോട്ട് ലയിച്ചു ചേരുന്നു, അത്രേ ഉള്ളൂ. അതിനേക്കാളും ഭാഗ്യാവസ്ഥ എന്താ ഉള്ളത്? നമ്മളും ദൈവവും തമ്മിൽ ഒന്നായി തീരുക എന്നുള്ളതിനേക്കാളും ഭാഗ്യം വേറെ ഉണ്ടോ? ഇല്ല. അതാണല്ലോ നമ്മുടെ വിഷൻ ഈസ് ദാറ്റ്. അതെ, അത് ഈ ശരീരത്തിലിരിക്കുമ്പോഴേ അനുഭവിച്ച് തുടങ്ങണം എന്നുള്ളതാണ്. ആ ഒരു ലയനം, ആ ഒരു സംയോജനം നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ച് തുടങ്ങണം. അതായത് ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും ഒരുമിച്ചാകുന്ന അവസ്ഥ. ഓക്കെ, ഇതൊക്കെ കേട്ട് കഴിയുമ്പോ നമുക്ക് എന്തോ ഒരു പീസാ ജീവിക്കാൻ. അല്ലേല് എപ്പോഴും ടെൻഷനാ, മരിച്ചു കഴിഞ്ഞാൽ എന്നാ നരകത്തിൽ പോകുന്നത്, തീക്കുണ്ടത്തിൽ പോകുന്നത് എന്നുള്ള പേടിയാ മനുഷ്യന്. ജീവിക്കാൻ പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കാനേ ഒക്കത്തില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഒത്തിരി റിലാക്സേഷൻ വി ഗെറ്റ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, മരിച്ചാൽ എനിക്ക് ലാഭമാണ്, ജീവിച്ചിരുന്നാലും എനിക്ക് അതും ലാഭമാണ്. അപ്പൊ എനിക്ക് മരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും ക്രിസ്തുവിൽ എനിക്ക് ഒരുപോലെയാ, ആ ഭയമില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ ഓർക്കും വി ആർ നോട്ട് ദ സെയിം ആസ് പൗലോസ്. പൗലോസ് എന്ത് നല്ല മീൻസ് ദൈവത്തിന്റെ കൂടെ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്ത മനുഷ്യനാ പൗലോസ്. നമ്മൾ വെറും പാപികളാ. ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരും. എന്നാലും നമുക്കിടെ ഇത് വേറെയാന്നുള്ള ചിന്ത വരും. നമ്മളെ നരകത്തിലിടും. ബിക്കോസ് പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്ത് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ട് ഹി വിൽ ഡയറക്ട്ലി ഗോ ടു ഹെവൻ എന്നുള്ളൊരു ചിന്ത എന്നെ പോലെയുള്ള ലോക്കൽ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് വരും. അത് നമ്മളെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ആക്കി വെച്ചേക്കുന്നതല്ലേ. ഒരിക്കലും അത് അങ്ങനെയല്ല. ഇപ്പോ നമുക്കിപ്പോ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിനകത്തുള്ള കുറച്ച് സത്യങ്ങൾ എടുക്കാം. പ്രപഞ്ചത്തിനകത്ത് വെള്ളത്തിന്റെ അളവ് ഒരിക്കലും കൂടത്തുമില്ല, ഒരിക്കലും കുറയത്തുമില്ല. കുറയോ? ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വെള്ളത്തിന്റെ അംശം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കുറെ വെള്ളം ഇരിപ്പുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരത്തിലിരിക്കുന്ന വെള്ളം തിരിച്ച് പ്രപഞ്ചത്തോട് ചേരും. അപ്പൊ വെള്ളത്തിന്റെ അളവ് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഈക്വൽ ആണ്. അത് കൂടത്തുമില്ല, കുറയത്തുമില്ല. അതുപോലെ തന്നെ വായുവിന്റെ അളവ്, ഓക്സിജന്റെ അളവ് കൂടുവോ കുറയോ? കൂടത്തുമില്ല, കുറയത്തുമില്ല. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന റിസോഴ്സുകളെല്ലാം കോൺസ്റ്റന്റ് ആണ്. അതിന് ഒരിക്കലും വേരിയേഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ ആകെ ഉണ്ടാകുന്നത് നമ്മൾ ഈ പ്രകൃതിക്കകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഓക്സിജനും നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന വെള്ളത്തിന്റെയും ക്വാളിറ്റി മലിനപ്പെട്ടതാണെങ്കിൽ പോലും നമ്മുടെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് അന്തരീക്ഷത്തിലോട്ട് പോകുമ്പം അതിന്റെ പ്യൂരിറ്റിയിലാണ് പോകുന്നത്. സോ സെയിം വേ നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന സ്പിരിറ്റ് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് തെറ്റുകൾ ചെയ്യും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച് കുഴപ്പമില്ല. അത് ഉള്ളിലിരിക്കുമ്പോൾ സ്പിരിറ്റ് ഈ ശരീരത്തിൽ മലിനപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ സ്പിരിറ്റിന് മലിനതയില്ല. ശരീരം പോയി കഴിയുമ്പോൾ സ്പിരിറ്റ് പ്യൂരിറ്റി ഉള്ള സ്പിരിറ്റ് ദൈവത്തോട് ചേരുന്നു. അതെ, അത്രയേ ഉള്ളൂ. അപ്പൊ സ്പിരിറ്റിന് ഒരിക്കലും നമുക്ക് സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇംപ്യൂർ ആക്കാൻ പറ്റത്തില്ല. സ്പിരിറ്റ് ഈസ് ഓൾവേസ് പ്യൂർ. തീർച്ചയായിട്ടും വിളിച്ചോളൂ. ഇതുപോലെ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചാൽ മതി. കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ടൈമിൽ എടുക്കാൻ പറ്റാതിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചാൽ. ഞാനിങ്ങനെ അച്ഛന്റെ ഒരു ഫോൺ നമ്പറിന് വേണ്ടി നോക്കിയിരിക്കായിരുന്നു. അന്നേരം ഇന്നലത്തെ ഒരു മെസ്സേജിൽ അതിന്റെ താഴെ ആരോ ചോദിച്ചു വാട്ട്സ് യുവർ ഫോൺ നമ്പർ. അന്നേരം അത് കണ്ടപ്പോ ഞാൻ ഓർത്തൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ സിസ്റ്റർ ഇപ്പൊ സ്റ്റേറ്റ്സിലാണോ? ഞാനിപ്പോ സ്റ്റേറ്റ്സ് വെർജീനിയയില്ല. എന്റെ മോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താ നാട്ടിൽ വരിക? ഞാന് മെയിൻറ്റ്. ഓക്കെ, ശരി, വരുമ്പോ വിളിച്ചോളൂ, നമുക്ക് കാണാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ വിളിച്ചോളൂ. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബൈ.